ശ്രീ റോണി കെ ബേബി, ശിവഗിരി സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ആസ്പദമാക്കിയാണ് അതിന് അടുത്ത ദിവസം മന്നം ജയന്തിയോടനുബന്ധിച്ച് പെരുന്നയിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മറുപടി നൽകിയത്. അത് നമ്മൾ കണ്ടതാണ്. ആചാരങ്ങൾ മാറ്റിമറിക്കാൻ ഇവരാരാണ് എന്ന ചോദ്യമാണ് ഉയർത്തിയത്. അതുമാത്രമല്ല, ഇത് മറ്റ് മതസ്ഥരിൽ ഉന്നയിക്കാൻ ഉള്ള ധൈര്യം ഇവർ കാണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ജനറൽ സെക്രട്ടറി ഉയർത്തി. അതേ വേദിയിലെ മുഖ്യ അതിഥിയായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം NSSുമായുള്ള ദീർഘകാലത്തെ ബന്ധം പങ്കുവച്ചു, ആ മണ്ണിനോടുള്ള കടപ്പാട് പങ്കുവച്ചു, വികാരാധീനനായി. പക്ഷേ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഏതു രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമോ അവിടെ പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഈ പ്രീണന സ്വഭാവം എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയല്ലേ വ്യക്തമാകുന്നത്. ഇവിടെ രോഹിണി ചോദിച്ച രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ഉത്തരം പറയേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത. രണ്ട്, ഇപ്പോൾ ഉന്നയിച്ച വിഷയം. നമ്മൾ സ്വാതന്ത്ര്യ സമര കാലം തൊട്ട് നോക്കിയാൽ 1925 വരെ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ അടുത്തും വലത്തുമായി മറ്റു രണ്ട് വാർഷിക സമ്മേളനങ്ങൾ നടക്കും. ഒന്ന് ഹിന്ദു മഹാസഭയുടെ, രണ്ട് മുസ്ലിം ലീഗിന്റെ. പരസ്പരം പാരസ്പര്യത്തോടെ പരസ്പര യോജിപ്പോടെയാണ് ഈ മൂന്ന് സംഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൃത്യമായി തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 ആരംഭിക്കുമ്പോൾ അതിനെ പിന്തുണച്ചത് RSSന്റെ സ്ഥാപക നേതാവായിരുന്ന ഡോക്ടർ ഖഡ്ഗേവാൾ ആണ്, മാധവ് സദാശിവ ഖഡ്ഗേവാൾ. അതുപോലെ മുസ്ലിം ലീഗും. പക്ഷെ 1925 RSS രൂപം കൊള്ളുന്നത്. അന്നു മുതലാണ് നമ്മുടെ ഈ പറയുന്ന മുഴുവൻ രാഷ്ട്രീയ രംഗമൊക്കെ തന്നെ ഒരു വർഗീയപരമായ കാഴ്ചപ്പാടിലേക്ക് പോകുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇതിനെ കൃത്യമായി മുതലെടുത്ത രണ്ട് പ്രസ്ഥാനങ്ങൾ, ഒന്ന് സംഘപരിവാറുമാണ്, രണ്ട് CPM-മാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാജശേഖരൻ ഒരു കാര്യം പറഞ്ഞു, കേശവ മേനോൻ കമ്മീഷനെ കുറിച്ച്. അങ്ങനെ കൃത്യമായിട്ട് അറിയാം എന്നാണ് EMS കേശവ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്. വിമോചന സമരം ശക്തിപ്പെട്ടു വന്നപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ ശക്തമായി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ തിരിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയാണ് ഈ കേശവ മേനോൻ കമ്മീഷൻ റിപ്പോർട്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സർക്കാർ മുന്നോട്ട് വിട്ടത്. അതുകൊണ്ട് CPM നേതാക്കളും പറയുന്ന ഈ നവോത്ഥാനത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അതിന്റെ ആ ആത്മാർത്ഥതയെ ഞങ്ങൾ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യുന്നില്ല. അത് കൃത്യമായി തന്നെ ഒരു സമയത്ത് ന്യൂനപക്ഷ വർഗീയതയോടൊപ്പം ചേരും, രണ്ട് ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ചേരും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ശിവഗിരി നടത്തിയ ഒരു പ്രസംഗം, അതിന്റെ അകത്ത് ഒരു ആത്മാർത്ഥത ഞങ്ങൾ കാണുന്നില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെട്ട. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായപ്പോൾ CPM പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, പാലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് പുറകെ പോയത് കൊണ്ട് ഞങ്ങളുടെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയി. ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗം നോക്കണം. അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഭാഷയിൽ നിന്ന് വന്നത്. പിന്നെ രോഗം ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഞങ്ങളുടെ എല്ലാ കാലത്തെയും നിലപാട് ഭരണഘടന രൂപീകരിച്ചപ്പോഴും ഇപ്പോൾ 1955 ശിരൂർ മഠം കേസിൽ സുപ്രീം കോടതി വിധിയുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇവിടെ വരുന്ന എല്ലാ പരിഷ്കാരങ്ങളും എന്ന് പറയുന്നതും അതാത് മതവിശ്വാസങ്ങളുടെ, അതാത് മത ആചാര്യന്മാരുടെ നിലപാടുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാവണമെന്ന് ശിരൂർ മഠം കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശബരിമല വിഷയമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഒരു മതത്തിന്റെ ആചാരങ്ങൾ, ഒരു മതത്തിന്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ അകത്ത് ആവശ്യമായ പരിഷ്കാരം വരുത്തണമെങ്കിൽ അതിന്റെ ആദ്യത്തെ അഭിപ്രായം പറയുന്നത് മത പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് ഷബാനു കേസിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയമം നിർമ്മിച്ചപ്പോൾ അന്ന് കൃത്യമായി തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അഭിപ്രായം കേട്ടുകൊണ്ടാണ് ഇവിടെ ചോദിച്ചു രമേശ് ചെന്നിത്തല ആ വേദിയിൽ തന്നെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എന്താ അത് ഈ പറയുന്ന അത് SNDPയുടെ മതങ്ങളായിക്കോട്ടെ, അല്ലെ ഈ പറയുന്ന ക്ഷേത്രങ്ങളായിക്കോട്ടെ, NSSന്റെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങളായിക്കോട്ടെ, അവിടെ എന്ത് ആചാരം വേണം, എന്ത് ആചാരങ്ങളിൽ മാറ്റം വരുത്തണം, അതിനവിടെ തന്ത്രികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട മഹാപണ്ഡിതന്മാരുണ്ട്, അതുമായി ബന്ധപ്പെട്ട സമുദായ സംഘടനകളുണ്ട്. അവര് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കട്ടെ. അല്ലാതെ സ്റ്റേറ്റിന് അവിടെ ഇടപെടാനുള്ള അവകാശമില്ല. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പറഞ്ഞത്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി 7-അംഗ ബെഞ്ചും 9-അംഗ ബെഞ്ചും ഉണ്ടാക്കിയിരിക്കില്ലേ? എന്താ സുപ്രീം കോടതിക്ക് പോലും കൃത്യമായി അവിടെ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വലുത്, അതോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി പറയുന്ന 14 അതോ മതസ്വാതന്ത്ര്യവും മതവിശ്വാസവും ആചാരങ്ങളും അതിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 25 ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ നിലപാട് ചെയ്തിരുന്നത് ആർട്ടിക്കിൾ 25, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 എല്ലാ മതവിശ്വാസങ്ങൾക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ. അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ ഞങ്ങളുടെയൊക്കെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. ശബരിമല സമരത്തിലൊക്കെ ഞങ്ങൾ മുന്നിലിരുന്നവരാണ്. അതുകൊണ്ടാണല്ലോ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പിന്നെ കോൺഗ്രസ് ഇവിടെ വിധിച്ചത്. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ നിലപാട് മതേതരമാണ്. എല്ലാ മതങ്ങളും, അത് ക്രിസ്തു മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ഇസ്ലാം മതമായിക്കോട്ടെ, അവരുടെ ആചാരങ്ങൾ ആവശ്യമായിട്ടുള്ള റിഫോംസ് വരുത്തുവാനുള്ള അവകാശം അതായത് മത സംഘടനകൾക്കായിരിക്കണം, അതിന്റെ ആചാര്യന്മാർക്കായിരിക്കണം. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് അതിനകത്തില്ല.
പക്ഷെ ഇതിനകത്ത് വർഗീയപരമായ നിലപാടെടുക്കുന്നവർക്ക് അവർക്ക് ഇതിനകത്ത് ആത്മാർത്ഥത എന്താണ് എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. അതൊക്കെ ഇന്ന് കേരളത്തിന് പൊതുസമൂഹം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശബരിമല വിഷയം വല്ലാണ്ട് കത്തിച്ചപ്പോഴും ആളുകൾ വോട്ട് ചെയ്തത് BJPക്കല്ല, ആളുകൾ വോട്ട് ചെയ്തത് ഈ നവോത്ഥാനം പറഞ്ഞ വനിതാ മതിൽ പണിത CPM-നല്ല, വോട്ട് ചെയ്തത് ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്, അതിനകത്ത് ഒരു മാറ്റവുമില്ല, ഒരു വെള്ളം ചേർക്കലുമില്ല. ശരി.